നല്ല ആറ്റിറ്റ്യൂഡുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഇപ്പോൾ ബാഡ് ആറ്റിറ്റ്യൂഡുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. സെയിൽസ് പ്രോസസ്സിൻ്റെ 80% മൈൻഡ് സെറ്റ് ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ സൈക്കോളജി ആപ്ലിക്കേഷൻ ആണ്. അതിൽ 20% മാത്രമാണ് ടെക്നിക്കൽ നോളജ് നമ്മൾ അപ്ലൈ ചെയ്യണത്. ഇപ്പോൾ ടെക്നിക്കൽ നോളജ് എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ, കോമ്പറ്റീറ്റർ ഇൻഫർമേഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെ ടെക്നിക്കൽ ഇൻഫർമേഷൻ ആണ്. ഇപ്പം നല്ല ആറ്റിറ്റ്യൂഡുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഇപ്പോൾ ബാഡ് ആറ്റിറ്റ്യൂഡുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. ഇപ്പോൾ ഗുഡ് ആറ്റിറ്റ്യൂഡുള്ള മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കസ്റ്റമർ സെൻട്രിക് ആയിരിക്കും, ഒരു കസ്റ്റമർ സെൻട്രിക് മൈൻഡ് സെറ്റുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ എംപതറ്റിക്കൽ ആയിരിക്കും ടുവേർഡ്സ് ദ കസ്റ്റമർ. അപ്പോൾ ആ എംപതറ്റിക്കൽ മൈൻഡ് മൂപ്പർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ കസ്റ്റമറുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ കഴിയുന്നവനായിരിക്കും, അതായത് കസ്റ്റമറുടെ നീഡും അവരുടെ പെയിനും അതേമാതിരി ഫീലും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആക്ച്വലി കസ്റ്റമർ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ പറയാം. അപ്പോൾ ബാഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരഗൻസ് ഒരു ബാഡ് ആറ്റിറ്റ്യൂഡാണ്. അതേമാതിരി കസ്റ്റമറെ ഇൻറ്ററപ്റ്റ് ചെയ്യൽ വേറൊരു ആറ്റിറ്റ്യൂഡാണ്. ആക്ച്വലി നിൽക്കാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ബാഡ് ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം എങ്ങനെയെങ്കിലും ഇൻസെൻറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ തരികിട ഒപ്പിച്ച് സെയിൽസ് ഉണ്ടാക്കുക, അതൊരു ബാഡ് ആറ്റിറ്റ്യൂഡാണ് ആക്ച്വലി. പിന്നെ നമ്മളിപ്പോൾ സെയിൽസ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൈസിനെ കുറ്റം പറയും, അല്ലെങ്കിൽ കോമ്പറ്റീറ്ററെ കുറ്റം പറയും, ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ലീഡിനെ കുറ്റം പറയും, മാർക്കറ്റിനെ കുറ്റം പറയും. ഇതൊക്കെ ബാഡ് ആറ്റിറ്റ്യൂഡുകളാണ്. അപ്പോൾ ബാഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെസീലിയൻസ് ഉണ്ടാവില്ല, ആ ഒരു കൺവിക്ഷൻ ഉണ്ടാവില്ല. ഇപ്പൊ കൺവിക്ഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ റെസീലിയൻസ് ഇല്ലെങ്കിൽ, ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആവും, നിരാശരാകും. നേരെ മറിച്ച് നല്ല ഒരു ആറ്റിറ്റ്യൂഡാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക ചെയ്യാം. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 80% സെയിൽസിന്റെ ആളുകളും പ്രൊഫഷണലി സെയിൽസ് പരിശീലിക്കുന്നില്ല. അതിൽ തന്നെ 90% കമ്പനികളും അവരുടെ സെയിൽസ് ടീമിനെ അവർ ട്രെയിൻ ചെയ്യുന്നില്ല.